അതിൽ ഈ കാണുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇത് മുഴുവൻ കേട്ടിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അത് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേജിന് ചുറ്റും എടുത്തിരിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഇല്യൂഷൻ ആർട്ടിൽ അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും വരുന്നില്ല. ആകെ കൂടിയിട്ട് ഈ ലൈൻസിന്റെ ഫോർമേഷൻ വരുന്നത് 2 ഇന്നർ കോർണേഴ്സിൽ മാത്രമാണ്. കുറച്ച് സമാധാനത്തോടെ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വരികയാണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് തന്നെ ഈ പാറ്റേൺ കിട്ടും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് വരെ എനിക്കിത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏർലി ബഡിങ് ചാനൽ ആയതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടാറില്ല. ഒരു 5 വ്യൂസ് 6 വ്യൂസ്, അതും ഞാൻ തന്നെയാണ് പല ഫോണിൽ നിന്നായിട്ട് എടുത്ത് കാണാറുള്ളത്. അതൊരു സത്യം. ആകെ കൂടിയിട്ട് ഒരു വീഡിയോ മാത്രമാണ് ഒരു 20 വ്യൂസ് ഒക്കെ എത്തിയത്. ആ 20 വ്യൂസിലെ ഒരു 5-6 വ്യൂസ് എൻ്റെ തന്നെയാണ്. ബാക്കി ആരോ കുറച്ച് ആൾക്കാർ. അതും പ്രിറ്റൻഷൻ ഒന്നുമില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് അവരെടുത്ത് നോക്കിയില്ല എന്നൊരു സമാധാനം എനിക്കുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷോർട്സ് വീഡിയോസിന് ഭയങ്കര റീച്ചാണ്. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റീച്ച് 2K ആണ്. ബാക്കിയൊക്കെ ഒരു 100-100 ഒക്കെ ആൾക്കാരൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട്. എന്തായാലും 10-20 അല്ലല്ലോ എന്നൊരു സമാധാനം. അത്ര ഒരു വ്യത്യാസം വരുന്നുള്ളൂ. എങ്കിലും ഷോർട്ട് വീഡിയോസിനാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ അത്രയും നേരത്തെ എഫേർട്ട് മുഴുവൻ ഈ കട്ട് ചെയ്ത് കളയുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഇത്രയും നേരം ഞാൻ ചെയ്തത് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തായാലും എൻ്റെ ഗാലറിയിൽ ഫോണിൽ നിന്നൊക്കെ ഞാനിത് കളയും. അപ്പൊ അത്രയും നേരത്തെ എൻ്റെ ഒരു എഫേർട്ട് ഇതുപോലെ വെറുതെ കളയണ്ട. എനിക്ക് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഇത്രയും ക്ഷമാശീലമൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും കാണാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ്. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ വീഡിയോ തന്നെ റീവാച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയാന്ന് വിചാരിക്കരുത്. ആ വോയിസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ വീഡിയോ നോക്കിയിട്ടൊന്ന് വരയ്ക്കണേ. ഇത്രയും സമാധാനപരമായി വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒത്തിരി നാളായി. കാരണം ഞാൻ വ്യൂസ് ഇല്ലാത്തത് കാരണം ഈ ഷോർട്സ് വീഡിയോസിൽ ആദ്യം 1 മിനിറ്റ് ഒക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 1 മിനിറ്റ് ആയിട്ടും അതിൽ വ്യൂസ് കയറുന്നില്ല എന്നായപ്പോൾ ഞാനത് 50 സെക്കൻഡ് ആക്കി, 40 സെക്കൻഡ് ആക്കി, 30 സെക്കൻഡ് ആക്കി. പിന്നീട് ഞാനത് 25 വരെ ആക്കിയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ടും അങ്ങനെ ഭയങ്കരമായ വ്യൂസ് ഒന്നും ഇല്ല. എന്നാലും തരക്കേടില്ലാത്ത രീതിക്ക് ചിലപ്പോഴൊക്കെ ഒരു 2K ഒക്കെ കിട്ടും. എൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാവും. കാരണം സംസാരിക്കാൻ ഒരു ആക്രാന്തമുള്ള പോലെയാണ് ഞാൻ അതിലൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും ഇത്രയും നേരമൊക്കെ കണ്ടിരുന്നു എന്ന് എനിക്കൊന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ആകെ കൂടി 13 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. പിന്നെ ലൈക്സിന്റെ കാര്യം പറയുന്നല്ലോ, 1 2, അതൊരു 5 എണ്ണെങ്കിലും ആയി കാണണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് പറ്റുക വെച്ചാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമന്റ് കൂടി ചെയ്യണേ.